കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവളെ അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവ് 18 സംവത്സരമായി രോഗം പിടിച്ച് നിവരാൻ പറ്റാതെ കുനിഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയെ യേശു കർത്താവ് കാണുകയും ആ സഹോദരിയോട് കർത്താവ് മനസ്സലിഞ്ഞു. ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് നമ്മളോട് വായിക്കാനിടയായിത്തീരുന്നത്. ആ കർത്താവ് അവളോട് പറയാണ്, യേശു അവളെ കണ്ടിട്ട് അടുക്ക വിളിച്ചു. കർത്താവ് മനസ്സലിവുള്ള കർത്താവാണ്. യേശു കർത്താവ് നമ്മുടെ സാഹചര്യങ്ങളെ കാണുമ്പോൾ കർത്താവിന് നമ്മളോട് മനസ്സലിവ് തോന്നുന്നു. മറ്റാർക്കും ഉണ്ടാകാത്തൊരു മനസ്സലിവ് യേശുവിന് നമ്മളോടുണ്ടാകും. പ്രിയമുള്ളവരെ, ആ സ്ത്രീ പല പ്രാവശ്യവും പള്ളി വരുന്ന ആളാണ്, ചർച്ചിൽ പോകുന്ന ആളാണ്, ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുന്ന ആളാണ്. പക്ഷേ അവളെ ഒത്തിരി ആൾക്കാർ കണ്ടിട്ടും സമൂഹത്തിൽ ഒത്തിരി നേതാക്കന്മാർ കണ്ടിട്ടും അവർക്കൊന്നും ഇവളോട് മനസ്സലിഞ്ഞ് ഇവളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സലിവ് തോന്നിക്കാണും, കഷ്ടമെന്ന് പറഞ്ഞു കാണും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ യേശു മനസ്സലിഞ്ഞാൽ അത് വിഷയത്തിന് പരിഹാരമാണ്. അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമാണ്. യേശു കർത്താവ് ഇന്നു പകലും നിങ്ങളുടെ വിഷയത്തിന് മേൽ കർത്താവ് മനസ്സലിയുന്ന കർത്താവാണ്. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുന്ന കർത്താവാണ്. കർത്താവ് അവിടെ അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിന് ആർക്കും അഴിക്കാൻ പറ്റാത്ത ബന്ധനങ്ങൾ, ആര് നോക്കിയിട്ട് അഴിയാത്ത ബന്ധനങ്ങൾ യേശുവിന് അഴിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിന് അഴിക്കാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ രോഗബന്ധനമായിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തിക ബന്ധനമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് ബന്ധനവും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. യേശു കർത്താവ് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കാമെങ്കിൽ ആ കർത്താവ് നിങ്ങളെ ഇന്ന് സ്വതന്ത്രമാക്കും. ആ സ്ത്രീ കഴിഞ്ഞ 18 വർഷം കുനിഞ്ഞ് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ കുനിഞ്ഞ് താഴേക്ക് മാത്രം നോക്കുന്ന സ്ത്രീയായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായി അവൾ നിവർന്നു നിൽക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ പറ്റാത്ത, മനുഷ്യരുടെ മുമ്പിൽ മുഖമുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അപമാന ഭാരം ഏൽക്കുന്ന പ്രിയപ്പെട്ടവര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അപമാനത്തെ മാറ്റാൻ, നിങ്ങളെ മാന്യരാക്കി മാറ്റാൻ, നിങ്ങൾക്ക് മാന്യത തരാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. ആ യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ, യേശു കർത്താവിനെ വിളിച്ചാൽ, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, ഞാൻ നിങ്ങൾ പറയട്ടെ, ആ കർത്താവ് നിങ്ങൾക്ക് മാന്യത തരുന്ന കർത്താവാ. ഇന്ന് പകൽ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് മാന്യത തരുന്ന, ഞങ്ങളുടെ തല ഉയർത്തുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണല്ലോ. ഞങ്ങളെ കർത്താവിൽ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് ജനം സ്വതന്ത്രമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വതന്ത്രമായി ആകും. രോഗം കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് മാറ്റിയിട്ടുണ്ട്. അപമാന ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റിയിട്ടുണ്ട്. സന്തോഷത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.